സുഡാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു രാജ്യത്തിന്റെ പേര് എന്നതിലപ്പുറം ഇപ്പോ ഒരു ലോക മനസാക്ഷിക്കേറ്റ ഒരു മുറിവിന്റെ പേരായിട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തലസ്ഥാനമായ കാർത്തൂം മുതൽ ഡാർഫാർ വരെ സഞ്ചരിക്കുമ്പോൾ ചോരയുടെ മനമല്ലാതെ വേറൊന്നും കേൾക്കാനില്ല. സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രക്തച്ചൊരിച്ചിലിന് പിന്നിൽ രണ്ട് മനുഷ്യരുടെ അധികാരമോഹം മാത്രമാണ്. ആരാണവർ? ഈ കഥ തുടങ്ങുന്നത് ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 1989 മുതൽ സുഡാൻ അടക്കി ഭരിച്ചിരുന്ന ഏകാധിപതിയായ ഉമർ അൽ ബഷീർ 2003 നടന്ന ദാർഫാർ കൂട്ടക്കൊലക്ക് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഉമർ അൽ ബഷീർ. ഈ ഉമർ അൽ ബഷീർ വളർത്തിയെടുത്ത ഒരു സായുധ സംഘമായിരുന്നു ജഞ്ചവീർ എന്ന് പേരുണ്ടായിരുന്ന കുതിരപ്പടയാളികൾ. ആ കുതിരപ്പടയാണ് പിന്നീട് സുഡാന്റെ പാരാമിലിറ്ററി ഫോഴ്സായി മാറിയ RSF എന്ന പേരിലറിയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. 2019 ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊടുവില് സുഡാൻ ആർമഡ് ഫോഴ്സും ഈ RSFും ചേർന്നുകൊണ്ട് ഉമർ അൽ ബഷീറിനെ പുറത്താക്കുകയാണ് ചെയ്തത്. അന്ന് ഇവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞ് അധികാരം പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു. അന്ന് മുൻപന്തിന്റെ രണ്ടുപേരാണ് സുഡാൻ ആർമഡ് ഫോഴ്സിന്റെ സൈനിക തലവനും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ജനറൽ അബ്ദുൽ ഫത്താഹ് അബ്ദുറഹ്മാൻ അൽ ബുർഹാനും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവനായ ഹമൈദി എന്നറിയപ്പെടുന്ന ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോയും. ഉമർ അൽ ബഷീർ പോയി കഴിഞ്ഞപ്പോൾ ഇനി അധികാരം ആർക്ക് വേണം എന്നതിലായി പിന്നെ തർക്കം. രണ്ട് സൈന്യങ്ങളെയും യോജിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹുമൈദി തന്റെ സ്വർണ്ണ സാമ്രാജ്യത്തിന് നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറായതുമില്ല. ബുർഹാന്റെ പരമാധികാര മോഹം കൂടി ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ സൗഹൃദം ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയും സുഡാൻ വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുകയാണ് ഉണ്ടായത്. ഇപ്പൊ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരും ജനങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല, സുഡാൻ ആർമഡ് ഫോഴ്സും സുഡാന്റെ പാരാമിലിറ്ററി ഫോഴ്സായ RSFും തമ്മിലുള്ള യുദ്ധമാണ്. ഇരു സൈന്യങ്ങളും പോരടിച്ചപ്പോൾ ഇല്ലാതായത് ലോകത്തെല്ലായിടത്തും യുദ്ധങ്ങളിൽ സംഭവിക്കുന്നത് പോലെ സാധാരണക്കാരായ ജനങ്ങളുടെ സമാധാനമാണ്. ഏകദേശം 1,20,00,000 ആളുകൾ ഭവനരഹിതരാകുകയും 2.5 കോടിയോളം ആളുകൾ കൊടും പട്ടികയിലാവുകയും ചെയ്തു. ഡർഫൂറിൽ പ്രത്യേകിച്ച് എൽഫാഷറിൽ RSF സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മാത്രം കൊല്ലപ്പെട്ടത് 1500ഓളം ജനങ്ങളാണ്. അവർക്ക് സഹായം എത്തിക്കാൻ പോലും RSF സൈന്യം സമ്മതിക്കുന്നില്ല. നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന സ്ത്രീകളുടെ ശബ്ദവും പട്ടിണി മാറാൻ വേണ്ടി പച്ചമണ്ണ് കഴിക്കുന്ന കുട്ടികളുടെ ഹൃദയഭേദകമായ കാഴ്ചകളും ലോകം കണ്ടില്ലെന്ന് നടിക്കുന്നു. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമർ ബഷീർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടക്കൊലകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ യുദ്ധക്കുറ്റങ്ങളാണ്. നമ്മുടെ ഓരോ കണ്ണിന്മ ചിമ്മുമ്പോഴും അവിടെ ഓരോ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഡാനിൽ നടക്കുന്നത് ഒരു ആഭ്യന്തര കലാപമല്ല, മറിച്ച് ഒരു ജനതയുടെ ഉന്മൂലനമാണ്. നിങ്ങളുടെ മൗനം ഈ ജനതയെ ഒറ്റപ്പെടുത്തരുത്. മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വെടിവെച്ചുകൾ നിലക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ കൂടിയേ തീരൂ.